ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. പാല് നല്ലവണ്ണം തിളപ്പിക്കുക. ശേഷം അത് ചൂടാറി വരുമ്പോൾ അതിലേക്ക് മോരൊഴിക്കുക. അങ്ങനെ ഒരു 2 ദിവസം മോരൊഴിച്ച് ഇളക്കിയും വെച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് 3-ാമത്തെ ദിവസം നല്ലവണ്ണം മിക്സിയിലിൻ്റെ ജാറെടുത്ത് അടിക്കുക. അടിച്ച നെയ്യ് ഇങ്ങനെ കുറച്ചിങ്ങനെ കിട്ടൽ തുടങ്ങും. അപ്പോൾ ഒരു കുടുക്കയ്ക്ക് ഒഴിച്ച് മന്ദം കോലിട്ട് നന്നായി ഇളക്കുക. ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നെയ്യ് കിട്ടും കേട്ടോ. ആ നെയ്യ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് നെയ്യ് വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക. അങ്ങനെ മന്ദം കോല് വെച്ച് നന്നായി ഇളക്കുക. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ നെയ്യ് കുറച്ച് കിട്ടും. കണ്ടോ കിട്ടണ അതും ആ പാത്രത്തിലോട്ട് തന്നെ മാറ്റുക. എന്നിട്ട് നെയ്യ് നന്നായി കേൾക്കാനാണ് കേട്ടോ ഇങ്ങനെ ഇളക്കണത്. ഒരു 3-4 വട്ടം നല്ലവണ്ണം കേൾക്കണം. ഇങ്ങനെ വെള്ളം പറഞ്ഞ് നല്ലോണം കേൾക്കി ആ വെള്ളം ഒഴിവാക്കണം. ഇതെന്താണ് ഇങ്ങനെ കേൾക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ പുളിപ്പൊക്കെ പോവാനാണ് 4 പ്രാവശ്യം കേൾക്കണത് കേട്ടോ. വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഗ്യാസിലോട്ട് വെച്ച് എന്നിട്ട് അങ്ങനെ തീ കത്തിച്ച് അങ്ങനെ ഉരുകി വരും കേട്ടോ. ഇതിന് നല്ല കളറ് കിട്ടാനും വേണ്ടിയിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ മഞ്ഞൾപ്പൊടി തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. പാലൊക്കെ എല്ലാവരും വാങ്ങുമ്പോൾ കുറച്ച് നെയ്യ് എടുത്താണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കിയാൽ മതി. അപ്പം ഇവിടെ ഉണ്ടാക്കി 2 കുപ്പിയാട്ടേക്ക് വാങ്ങണത്. വർഷപ്പോണ്ട് ആ കേക്കും പഞ്ചിൻ്റെ നെഞ്ചിൽ കജുമ്മലായ എന്താക്കും പൈപ്പിൻ്റെ ഓട്ടിൽ ചോപ്പെടുത്ത് ഞാൻ കേക്കും സോപ്പ് മാങ്ങാക്കായില്ലാന എന്താക്കും ഓട്ടിൽ സോപ്പ് എടുത്ത് ഞാൻ കേക്കും. അങ്ങനെ നെയ്യ് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കട്ടോ. എനിക്കെന്താ 2 കളറെന്ന് വിചാരിക്കണ്ട കേട്ടോ ആരും. അത് ആദ്യത്തെ 3 ദിവസത്തെ നെയ്യ് ഉണ്ടാക്കിയതും പിന്നെ 3-ാമത്തെ ദിവസത്തെ നെയ്യ് ഉണ്ടാക്കിയത് കേട്ടോ. അതാണ് 2 കളർ കാണുന്നത്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏട്ടനൊക്കെ ഒന്ന് നിൽക്കുക കേട്ടോ. അപ്പം 2-ാമത്തെ കുപ്പി ഇതാണ്. എന്നാൽ ശരി.